നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ഫൈനൽ കഴിഞ്ഞ് 1-2 ദിവസത്തിന് ശേഷം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് അർജന്റീൻ കോച്ചിങ് സ്റ്റാഫ്, മുൻ അർജന്റീൻ താരം റോബർട്ടോ അയാള. ഒരുപാട് കാര്യങ്ങൾ ഫൈനലുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇങ്ങനെ പ്രചരിക്കുമ്പോൾ അയാളുടെ ഈ തുറന്നു പറച്ചിലിന് വലിയ പ്രാധാന്യമുണ്ട്. അയാള കളിക്ക് ശേഷം നടന്ന ആ കയ്യാങ്കളിയിൽ അദ്ദേഹവും ഭാഗമായിരുന്നു. ഒരിക്കലും ഒരു കോച്ചിങ് സ്റ്റാഫിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണത്. ഡാനി ഓൽമോയുടെ മുഖത്തടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അയാൾ അതിലൊരു വ്യക്തത വരുത്തുകയാണ് എന്താണ് സംഭവിച്ചത്, ഫൈനലിന് ശേഷം എന്താണ് സംഭവിച്ചത്. അദ്ദേഹം ആ കാര്യം തുറന്നു പറയുന്നു. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു, ഒബ്വിയസ്ലി എനിക്കതിൽ റിഗ്രറ്റ് ഉണ്ട്, ഖേദമുണ്ട് സംഭവിച്ചതിൽ. ഞാൻ മാപ്പ് പറയുന്നു. കാരണം എൻ്റെ പൊസിഷൻ, ഞാൻ ഒരു കളിക്കാരനല്ല, ഞാനൊരു കോച്ചാണ്. സോ ഇത്തരത്തിലുള്ള ഫീലിംഗ് എനിക്ക് വരാൻ പാടില്ല. എന്തായാലും മറുഭാഗത്ത് ഉള്ള പാർട്ടിക്ക് എന്നിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടായിരുന്നില്ല. എൻ്റെ മൂഡും എൻ്റെ ആക്ഷൻസും ഒക്കെ വലിയ രൂപത്തിൽ മാറി. എനിക്ക് ഖേദമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അവിടെ കളിക്കളത്തിൽ അവസാനിച്ചു, പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവിടെ ഒരു പുഷാണ് സംഭവിച്ചത്, അല്ലാതെ ഞാൻ അടിച്ചൊന്നുമല്ല. ഞാൻ പഞ്ച് ചെയ്തെന്ന രൂപത്തിലാണ് പലരും പറയുന്നത്. ശരിക്കും ഞാൻ പുഷ് ചെയ്യുകയാണ് ചെയ്തത്. അത് അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത് ഇങ്ങോട്ട് വന്നൊരു കമൻറ്റിൻ്റെ റിയാക്ഷനായിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇനി ഓൽമോയെ കാണുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ അദ്ദേഹത്തോട് ഇൻ പേഴ്സൺ തന്നെ, നേരിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയും. ഈ സംഭവിച്ചതൊരു ഷെയ്മാണ്. തീർച്ചയായിട്ടും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കളിക്കളത്തിൽ അത് സംഭവിക്കാൻ പാടില്ല. മത്സരം അവസാനിച്ചപ്പോൾ കളിക്കളത്തിന് നടുവിൽ ഒരു കയ്യാങ്കളി ഞാൻ കണ്ടു. ഞങ്ങളുടെ പ്ലെയേഴ്സ് അതിൽ ഇടപെടുന്നതും കണ്ടു. അപ്പം അത് സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു ഞാൻ ചെയ്തതിൻ്റെ. പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന തല്ല് ഒഴിവാക്കുക, സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഇൻറ്റൻഷൻ. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ ഇമോഷൻസൊക്കെ കയറി വന്ന് നമ്മൾ ഉദ്ദേശിക്കാത്തത് ചെയ്തു പോകും. പക്ഷെ ഞാനതൊരു എക്സ്ക്യൂസായിട്ട് പറയുകയില്ല. തെറ്റുപറ്റിപ്പോയി. ഇപ്പം എൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് ഈ ഒരു ബിഹേവിയർ തീർച്ചയായിട്ടും നടക്കാൻ പാടുണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെ നേരെ വന്നത് എന്തോ ആവട്ടെ, എന്നോട് എന്തോ പറഞ്ഞോ ആവട്ടെ, അതല്ല ഞാൻ ഇങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടായിരുന്നില്ല. എറിക് ഗാർഷ്യ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സിംപിളി ഞാൻ എറിക്കിനോട് പറഞ്ഞു, ഞാൻ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്, അവരോട് അഭിനന്ദനങ്ങൾ പറയാനും വേണ്ടി പോയതാണ്, അതിനപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ സംഭവിച്ചു പോയി എന്നിപ്പോൾ തുറന്നു പറയുന്നു. സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്നു റോബർട്ടോ അയാള. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.